ഹായ് ഫ്രണ്ട്സ്, കപ്പ കൊണ്ട് ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചോ കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ഐറ്റം സ്നാക്കാണേ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കപ്പ നല്ലപോലെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള കുറച്ച് മസാലകളൊക്കെ നമുക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. ചിക്കൻ മഞ്ഞളും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ് അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചെടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ സവാള ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ്, കറിവേപ്പില, പച്ചമുളക്, ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അത് ഉള്ളി സവാളയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ചിക്കൻ മസാല, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. മസാലയൊക്കെ ചിക്കനിലേക്കൊന്ന് പിടിച്ച് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ സവാള വഴറ്റുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ചിക്കനിലേക്ക് മസാല പിടിക്കുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. മസാലയും ചിക്കനും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് മസാലയൊന്ന് മാറ്റി വെച്ചിട്ട് കപ്പ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അത് നല്ലപോലെ വേവിച്ച് വെച്ച കപ്പ ഇതുപോലെ ഉടച്ചിട്ട് നമ്മൾ ഒരു പത്തിരിക്കൊക്കെ പൊടി വാട്ടിയ മാതിരി നമുക്ക് നന്നായിട്ട് അതുപോലെ ആയി കിട്ടണം കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടണേ. അപ്പോൾ അതുപോലെ അതാ ഞാൻ നല്ല സോഫ്റ്റായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ല പോലെ ഒരു ഉരുളയാക്കി എടുക്കണം കേട്ടോ. ഉരുളയാക്കിയിട്ട് കയ്യിൽ വെച്ച് പരത്തി കുറച്ച് എണ്ണ തടവിയാൽ മതി കയ്യിൽ. എന്നിട്ട് നമുക്കൊന്ന് പരത്തി ഇതാ അതുപോലെ റെഡിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്കിത് പാൻ വെച്ചിട്ട് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോന്ന് വെച്ചിട്ട് നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. കണ്ടോ ഇതുപോലെ കേട്ടോ. ഇങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് വേവിക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് വരും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മസാലയിലേക്ക് കുറച്ച് മയോണൈസിനും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മയോണൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഈ മസാലയ്ക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിൽ മയോണൈസ് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. മയോണൈസ് ചേർത്തില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ടാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് മസാല നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അതിൻ്റെ സൈഡൊന്ന് കീറി കൊടുത്ത് ഉള്ളിലേക്കൊരു പോക്കറ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ സ്പൂണും കൊണ്ട് ഇതുപോലെ നിറച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഫുള്ളും മസാലയെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. ഇതിന് അധികം എണ്ണൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.